ഇസ്ലാമാബാദിൽ നടന്ന US-ഇറാൻ ചർച്ചകൾ പരാജയപ്പെട്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങൾ സമാധാനത്തിന് വേണ്ടി, പശ്ചിമേഷ്യൻ സമാധാനത്തിന് വേണ്ടിയുള്ള സജീവമായ ഒരു ആഗ്രഹവുമായി നിൽക്കുമ്പോഴാണ് ഈ ചർച്ചകൾ പരാജയപ്പെടുന്നത്. അമേരിക്കൻ സംഘം പാകിസ്ഥാനിൽ നിന്ന് മടങ്ങിക്കഴിഞ്ഞു. തങ്ങളുടെ ഉപാധികൾ ഇറാൻ അംഗീകരിച്ചിരുന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കാത്തത് ചർച്ചകൾക്ക് തിരിച്ചടിയായതായും ഇവർ വിശദീകരിച്ചു. The bad news is that we have not reached an agreement. And I think that's bad news for Iran much more than it's bad news for the United States of America. So we go back to the United States having not come to an agreement. We've made very clear what our red lines are, what things we're willing to accommodate them on, and what things we're not willing to accommodate them on. And we've made that as clear as we possibly could, and they have chosen not to accept our terms. But the simple fact is that we need to see an affirmative commitment that they will not seek a nuclear weapon, and they will not seek the tools that would enable them to quickly achieve a nuclear weapon. That is the core goal of the President of the United States, and that's what we've tried to achieve through these negotiations. Again, their nuclear program, such as it is, the enrichment facilities that they had before, they've been destroyed. But the simple question is, do we see a fundamental commitment of will for the Iranians not to develop a nuclear weapon, not just now, not just 2 years from now, but for the long term? We haven't seen that yet. We hope we will. അതേസമയം അമേരിക്ക കടുംപിടുത്തം ഒഴിവാക്കണമെന്ന് ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബഗേയ് എക്സിൽ കുറിച്ചു. എന്തുകൊണ്ട് ഈ ചർച്ച പരാജയപ്പെട്ടു? അത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. യഥാർത്ഥത്തിൽ രണ്ട് രാജ്യങ്ങളും, ഇറാനും അമേരിക്കയും മുന്നോട്ട് വെച്ച ചില നിബന്ധനകളാണ് ഈ ചർച്ചകളെ കുഴപ്പിച്ചത്. ആദ്യ വിഷയം ആണവ വിഷയം തന്നെയാണ്. രണ്ടാമത് ഹോർമുസ് കടലിടുക്ക് പോലെയുള്ള മറ്റു ചില വിഷയങ്ങളും കടന്നു വരുന്നുണ്ട്. എങ്ങനെ ചർച്ച പരാജയപ്പെട്ടു, എന്തൊക്കെയാണ് ഈ ചർച്ചയിൽ ഉയർന്നുവന്ന വിഷയം, വിശദമായി പരിശോധിക്കാം. അജയ് സുധ ബിജു. അജയ്, എന്തുകൊണ്ട് ചർച്ച പരാജയപ്പെട്ടു? ലോകരാജ്യങ്ങളെല്ലാം സമാധാനത്തിന് വേണ്ടി, പശ്ചിമേഷ്യൻ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എന്താണ് ഈ ചർച്ചയിൽ യഥാർത്ഥത്തിൽ വെല്ലുവിളിയായ ഘടകങ്ങൾ? ഓരോ രാജ്യങ്ങളും ഈ വിഷയത്തിലെടുത്ത നിലപാടുണ്ടായി. സജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ അമേരിക്കയും ഇറാനും മുന്നോട്ട് വയ്ക്കുന്ന ചില നിർദ്ദേശങ്ങൾ, ഇറാൻ ഒരു 10 നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത് ഈ ചർച്ചയുടെ ഭാഗമായി. അമേരിക്ക മുന്നോട്ട് വെച്ചത് ഒരു 15 നിർദ്ദേശങ്ങളായിരുന്നു. ഈ നിർദ്ദേശങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം അതുതന്നെയാണ് ഈ ചർച്ചകൾ പരാജയപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി നമുക്ക് മനസ്സിലാക്കുന്നത്. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റായിട്ടുള്ള JD വാൻസ് ആണ് അമേരിക്കൻ സംഘത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകൾക്ക് ഒരു മധ്യസ്ഥത വഹിച്ചത്. അദ്ദേഹം ഈ ചർച്ചകൾ കഴിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് 21 മണിക്കൂറുകൾ നീണ്ടുനിന്ന മാരത്തൺ ചർച്ചയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു സമവായത്തിലായില്ല എന്നതാണ്. അതിൽ അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യം ഈ ആണവായുധം സംബന്ധിച്ചുള്ള ഒരു വിഷയം തന്നെയാണ്. ഈ യുറേനിയം സമ്പുഷ്ടീകരണമാണെങ്കിലും ഒരു ആണവായുധം ഡെവലപ്പ് ചെയ്യുന്ന വിഷയത്തിലാണെങ്കിലും ഇറാൻ അത്തരമൊരു നീക്കത്തിൽ നിന്ന് പിന്മാറും എന്നുള്ള കാര്യം US-നെ അറിയിച്ചിട്ടില്ല എന്നതാണ് JD വാൻസ് വ്യക്തമാക്കിയത്. ഇപ്പോൾ നമ്മൾ ഇറാനും അമേരിക്കയും മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആ പോയിന്റ്സിൽ തന്നെ വലിയ ഡിഫറൻസ് ഈ ആണവായുധം സംബന്ധിച്ചുള്ള വിഷയത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റ് പോയിന്റ്സുകളൊന്നും തന്നെ മറ്റ് വലിയ രണ്ട് രാജ്യങ്ങളും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നതല്ല. ഇപ്പോൾ മറ്റ് പോയിന്റ്സുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ യുദ്ധം പൂർണ്ണമായി അവസാനിപ്പിക്കുക, അതുപോലെ മേഖലയിലുള്ള എല്ലാ ആക്രമണങ്ങളും അവസാനിപ്പിക്കുക, ഇതൊക്കെയാണ് ഇറാന്റെ പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ഭാവിയിലും ഇറാനെ ആക്രമിക്കില്ലെന്നുള്ള ഉറപ്പ്, US-ന് ഇറാന് മേലുള്ള എല്ലാ അന്താരാഷ്ട്ര ഉപരോധങ്ങളും അവസാനിപ്പിക്കുക എന്നുള്ള ഒരു നിബന്ധന, ഈ അന്താരാഷ്ട്ര ഉപരോധം സംബന്ധിച്ചുള്ള ഏറെക്കുറെ കാര്യങ്ങളിലെല്ലാം തീരുമാനമായിരുന്നു. ഇപ്പോൾ പല രാജ്യങ്ങളിലുമുള്ള സൗദിയിലും അതുപോലെ തന്നെ മറ്റ് ഒമാനിലും അടക്കമുള്ള ഇറാന്റെ പല വസ്തുക്കൾക്ക് മേലുമുള്ള ഉപരോധം അമേരിക്ക പിൻവലിക്കും എന്ന് അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റ് ഉപരോധങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ഇറാൻ എണ്ണയ്ക്ക് മേലുള്ള ഉപരോധം നീങ്ങി, ഇറാൻ LPG ഗ്യാസിന് മേലുള്ള ഉപരോധം നീങ്ങി, അങ്ങനെ പല വിഷയങ്ങളിലും ഒരു സമവായം ഉണ്ടായതായിരുന്നു. പക്ഷേ പ്രശ്നം വരുന്നത് മറ്റ് ചില പോയിന്റ്സിലാണ്. US സൈന്യത്തെ മേഖലയിൽ നിന്ന് പിൻവലിക്കുക, ഇത് താൽക്കാലികമായിട്ടാണ് മേഖലയിൽ US സൈന്യത്തിന്റെ ഒരു തുടർച്ചയെന്നും അത് ഉടൻ തന്നെ ഒരു കരാറിലെത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ US സൈന്യത്തെ മേഖലയിൽ നിന്ന് പിന്മാറ്റുമെന്നും ട്രംപ് ഇപ്പോൾ നേരത്തെ തന്നെ ഒരു അറിയിച്ചിരുന്നതാണ്. ഇപ്പോൾ ഒരു പ്രശ്നം വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ അടുത്ത പോയിന്റാണ്. അതായത് ഇറാന്റെ ആണവാവകാശങ്ങൾ അംഗീകരിക്കുക എന്നുള്ള ഇറാന്റെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. അതിൽ പ്രത്യേകം പറയുന്ന ഒരു കാര്യമെന്ന്
എന്ന് പറയുന്നത് യുറേനിയം സമ്പുഷ്ടീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അംഗീകരിക്കണം എന്നതാണ് ഇറാന്റെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം. ഇത് തന്നെയാണ് US-ന് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട ഘടകം. ഇത് US-ന്റെ മാത്രമല്ല ഇസ്രായേലിന്റെ കൂടി ഒരു കൺസേൺ ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു വീഡിയോ സന്ദേശം പുറത്തുവിട്ടിരുന്നു. അതിലുൾപ്പെടെ അദ്ദേഹം എടുത്തു പറഞ്ഞത് ഇറാന്റെ ഈ ആണവായുധ നിർമ്മാണം അത് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കണം എന്നുള്ള കാര്യം അദ്ദേഹം എടുത്തു പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാന് നേരെയുള്ള സൈനിക നടപടികൾ തുടരും എന്നുമാണ് ബെഞ്ചമിൻ നെതന്യാഹു എടുത്തു പറഞ്ഞത്. അതുകൊണ്ട് ഈ പോയിന്റ് അത് തീർച്ചയായിട്ടും അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരേപോലെ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്, ഇറാന്റെ ആണവായുധ ശേഖരം സംബന്ധിച്ചിട്ടുള്ള കാര്യം. പക്ഷേ ഇറാനും ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയില്ല. ഇറാൻ മുന്നോട്ട് വെച്ച 10 വ്യവസ്ഥയിൽ തന്നെ ഒരു പോയിന്റായിട്ട് ഇക്കാര്യമുണ്ട്. ഈ ആണവ അവകാശങ്ങൾ, ഇറാന്റെ ആണവ അവകാശങ്ങൾ അംഗീകരിക്കുക എന്നുള്ളത്. മറ്റ് പോയിന്റുകളും വലിയ പ്രശ്നമില്ലാത്തതാണ്. ഇതുവരെ ഒരു ധാരണയാകാത്ത അല്ലെങ്കിൽ നമുക്ക് ഒരു സംശയമുള്ള ഒരു വിഷയമാണ് ഈ ഹോർമുസ് കടലിടുക്ക് സംബന്ധിച്ചുള്ള വിഷയം. ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ നിബന്ധനകളോടെ തുറന്നു എന്നാണ് IRGC വ്യക്തമാക്കുന്ന ഒരു കാര്യം. മേഖലയിലൂടെ സൈനിക കപ്പലുകളെ കടന്നു പോകാൻ അനുവദിക്കില്ല, പക്ഷേ മറ്റ് കപ്പലുകൾക്ക് സുഗമമായി യാത്ര ചെയ്യാം എന്നാണ് IRGC പറയുന്നത്. അപ്പോൾ ഹോർമുസ് കടലിടുക്കിന്റെ വിഷയത്തിൽ ഒരു സംശയമുണ്ട്. അമേരിക്ക പക്ഷേ എന്ത് നിബന്ധനയാണ് ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് ഇറാന് മുന്നിൽ വച്ചിട്ടുള്ളതെന്ന് നമുക്ക് ഇതുവരെ വ്യക്തമായിട്ടില്ല. ഇപ്പോൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ആണെങ്കിലും അധികം വിശദാംശങ്ങൾ ഈ ഒരു ചർച്ചകളെ പറ്റി നൽകിയില്ല. അദ്ദേഹം ആണെങ്കിലും പറയുന്നത് ചർച്ചയെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ വെളിപ്പെടുത്താനാകില്ല എന്നാണ്. അപ്പോൾ ഹോർമുസ് വിഷയം അത് ഇപ്പോഴും ഒരു ദുരൂഹമായി തുടരുന്നുണ്ട്. ഇറാന്റെ ആവശ്യം, ഹോർമുസുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്ക് തുറക്കാം, പക്ഷേ ഹോർമുസിന്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം അത് ഇറാന് മാത്രമായിരിക്കും എന്നതാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യമെന്ന് പറയുന്നത്. അതുപോലെ യുദ്ധത്തിൽ ഇറാനുണ്ടായിട്ടുള്ള എല്ലാ നഷ്ടപരിഹാരങ്ങളും നികത്തുക എന്നുള്ള ഒരു ആവശ്യം അത് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് വ്യവസ്ഥകൾ സമ്മതമാണെങ്കിൽ അടിയന്തരമായി വെടിനിർത്തൽ എന്നുള്ള ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ അവസാനത്തെ പോയിന്റ് നമുക്കിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. വെടിനിർത്തൽ ഇപ്പോൾ തന്നെ പ്രാബല്യത്തിൽ വന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിലും ഈ നഷ്ടപരിഹാരം എന്നുള്ള ഇറാന്റെ ആവശ്യവും അമേരിക്ക ഏറെക്കുറെ സമ്മതിച്ചതാണ്. കാര്യം ട്രംപ് ഈ വെടിനിർത്തൽ പ്രാവർത്തികമായതിനു ശേഷം അദ്ദേഹം ട്രൂത്ത് സോഷ്യലിൽ ഇട്ട ഒരു പോസ്റ്റിൽ തന്നെ വ്യക്തമാക്കുന്നു, ഇറാന്റെ റീബിൽഡിംഗ് പ്രോസസ്സിൽ അത് അമേരിക്കയും പങ്കാളിയാകും, അമേരിക്ക ഇറാനെ സഹായിക്കുമെന്ന് ട്രംപ് ആ ഒരു പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ നഷ്ടപരിഹാരം സംബന്ധിച്ചുള്ള ആവശ്യത്തിലും വലിയ തർക്കങ്ങളൊന്നുമില്ല എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ ഇറാന്റെ മറ്റ് ആവശ്യങ്ങളൊന്നും തന്നെ വലിയ അമേരിക്ക കുഴപ്പിക്കുന്ന വിഷയമല്ല. ആകെ അമേരിക്കയുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് ഈ ആണവ ആയുധം സംബന്ധിച്ചുള്ള കാര്യം തന്നെയാണ്, ആണവ അവകാശങ്ങൾ. ഇനി അമേരിക്കയുടെ പോയിന്റ്സ് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അമേരിക്കൻ വ്യവസ്ഥകൾ നോക്കുകയാണെങ്കിൽ അതിലെ ആദ്യത്തെ 2 വിഷയം തന്നെ, ആ അമേരിക്കൻ വ്യവസ്ഥകൾ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഇറാന്റെ ആണവ ആയുധം അല്ലെങ്കിൽ ആണവശേഷി സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ്. അതിൽ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് യുറേനിയം സമ്പുഷ്ടീകരണം പരിമിതിപ്പെടുത്തുക. ഇറാന്റെ ഒരു യുറേനിയം സമ്പുഷ്ടീകരണം അത് ആണവായുധം നിർമ്മിക്കുന്നതിനാവശ്യമായ അത്രയും യുറേനിയം ഒരിക്കലും ഇറാൻ സമ്പുഷ്ടീകരിക്കാൻ പാടില്ല. അത്രയും യുറേനിയത്തിന്റെ സ്റ്റോക്ക് ഇറാന്റെ കൈവശം ഉണ്ടാകാൻ പാടില്ല. അതുപോലെ അന്താരാഷ്ട്ര ആണവ പരിശോധനകൾക്ക് ഇറാൻ വിധേയമാകണം എന്ന് US പറയുന്നുണ്ട്. അതായത് റെഗുലർ ആയിട്ടുള്ള പരിശോധന, മറ്റ് രാജ്യങ്ങളിൽ നടക്കുന്നത് പോലെ കൃത്യമായിട്ടുള്ള ഒരു ആണവ പരിശോധന, അതിന് ഒരു ഇന്റർനാഷണൽ വാച്ച് ഡോഗിന്റെ മോണിറ്ററിംഗ്, എല്ലാത്തിനും ഇറാൻ വിധേയമാകണം എന്നതാണ് അമേരിക്കയുടെ 2ാമത്തെ ആവശ്യം എന്ന് പറയുന്നത്. അതുപോലെ ആണവായുധം നിർമ്മിക്കാൻ പാടില്ല, യുറേനിയം സമ്പുഷ്ടീകരണം പാടില്ല, അതുപോലെ കൃത്യമായ പരിശോധനകൾക്ക് വിധേയമാകണം, ആണവായുധവും നിർമ്മിക്കാൻ പാടില്ല. അമേരിക്കയുടെ വ്യവസ്ഥകൾ 15 വ്യവസ്ഥകൾ തുടങ്ങുന്നത് തന്നെ ഈ 3 കാര്യത്തിലാണ്, ഈ ആണവായുധം സംബന്ധിച്ചുള്ള വിഷയത്തിൽ. അതുകൊണ്ട് തന്നെ ഇത് തന്നെയാണ് ഇപ്പോൾ ഇറാനെ ഈ ചർച്ചകളിൽ നിന്ന് ഒരു പിന്നോട്ടടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും. ഇറാന്റെ വിദേശകാര്യ വക്താവ് തന്നെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, അമേരിക്ക ചില കാര്യങ്ങളിൽ പിടിവാശി പിടിക്കുന്നു, അതുപോലെ അനാവശ്യമായിട്ടുള്ള
തരത്തിലുള്ള ചില നിർദ്ദേശങ്ങൾ ഇറാന് മുന്നിൽ വയ്ക്കുന്നു. അവയിൽ നിന്നെല്ലാം അമേരിക്ക പിന്മാറണം, പരസ്പര ബഹുമാനത്തോടെയും വിശ്വാസത്തോടെയുമുള്ള ഒരു നീക്കത്തിലൂടെ മാത്രമേ ഒരു കരാറിൽ എത്തിച്ചേരാൻ ആകുകയുള്ളൂ എന്നും ഇസ്മായിൽ ബഗേയി, ഇറാന്റെ വിദേശകാര്യ വക്താവ്, അദ്ദേഹം പിന്നീട് എക്സിൽ കുറിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇറാനെയും പ്രധാനമായിട്ടും കുഴപ്പിക്കുന്നത് അമേരിക്കയും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാത്തത് തീർച്ചയായിട്ടും ഈ ആണവ ഊർജ്ജം സംബന്ധിച്ചുള്ള, ആണവായുധം നിർമ്മിക്കുന്ന ഒരു വിഷയം സംബന്ധിച്ചുള്ള ഈ കാര്യം തന്നെയാണ്. മറ്റുള്ള ഒരു അമേരിക്കയുടെ പോയിന്റ്സ് ആണെങ്കിലും ഇറാന്റെ ഒരു കൺസേണുമായിട്ട് അധികം ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന കാര്യമല്ല. US-നെ മറ്റ് സഖ്യകക്ഷികളെ ആക്രമിക്കരുതെന്ന് പറയുന്നുണ്ട്. അതുപോലെ മറ്റ് സായുധ ഗ്രൂപ്പുകൾക്കുള്ള സഹായങ്ങൾ നിർത്തുക എന്നൊരു കാര്യമുണ്ട്. ഇത് പക്ഷേ കുറച്ചൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാര്യം ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇറാന്റെ സമീപ പ്രദേശങ്ങളിലുള്ള മറ്റ് സായുധ ഗ്രൂപ്പുകൾ, ഇപ്പോൾ ഹിസ്ബുള്ള ആണെങ്കിലും മറ്റ് കുർദിഷ് സേനയാണെങ്കിലും അതുപോലെ ഹമാസ് ആണെങ്കിലും ഇവയ്ക്കൊക്കെ ഇറാൻ ഒരു ആയുധപരമായിട്ടും അല്ലാതെ സാമ്പത്തികമായിട്ടും സഹായങ്ങൾ നൽകുന്നുണ്ട്. ഇതെല്ലാം നിർത്തണം എന്നുള്ള ഒരു ആവശ്യം അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇത് ഇറാൻ എത്രമാത്രം അംഗീകരിക്കും എന്നുള്ളത് നമുക്ക് ഇനിയും വ്യക്തമായിട്ടില്ല. അപ്പോൾ ഇതും ഒരു പ്രശ്നമുണ്ടാക്കുന്ന ഒരു പോയിന്റ് തന്നെയാണ്. അതുപോലെ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഗതാഗതം നിയന്ത്രിക്കരുത്, അത് ഇറാൻ നിയന്ത്രിക്കില്ല എന്ന് ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. IRGC പുറത്തുവിട്ട പുതിയ പ്രസ്താവനയിലും വ്യക്തമാക്കുന്നത് ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായിട്ടും തുറക്കും. ഇത് മേഖലയിലൂടെ ചില നിയന്ത്രണങ്ങളിലൂടെ മാത്രം കപ്പലുകളെ കടത്തിവിടുമെന്നുള്ളതാണ്. അതായത് സൈനിക കപ്പലുകളെ കടത്തിവിടില്ല, അതുപോലെ ഇറാന്റെ അനുമതിയില്ലാതെ കപ്പലുകൾ കടന്നുപോകാനാകില്ല, ഇറാൻ നിശ്ചയിച്ച പാതയിലൂടെ മാത്രമേ യാത്ര ചെയ്യാവൂ. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇപ്പോൾ മുന്നോട്ട് വെച്ചതായി നമുക്ക് അറിയാവുന്ന നിയന്ത്രണങ്ങൾ. അതുപോലെ മറ്റ് ചില പോയിന്റ്സ് ആണ് ഇസ്രായേലുമായിട്ടുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കുക, പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള ആക്രമണങ്ങളും അവസാനിപ്പിക്കുക. ഇതൊന്നും അങ്ങനെ തർക്ക വിഷയമുള്ള പോയിന്റ്സ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ സമീപ രാഷ്ട്രങ്ങളുടെ പരമാധികാരം അംഗീകരിക്കുക, അടിയന്തരമായി വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുത്തുക. അമേരിക്ക ആദ്യം മുന്നോട്ട് വെച്ച ഈ ആവശ്യത്തിലൂന്നിയാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ എന്നും നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഇറാൻ മുന്നോട്ട് വെച്ച ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആദ്യം ഒരു കരാറായതിനു ശേഷം മാത്രം വെടിനിർത്തൽ എന്നാണ്. പക്ഷേ അമേരിക്ക പറഞ്ഞത് ഒരു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ചർച്ചകൾ തുടരാം എന്നതാണ് അമേരിക്കയുടെ ഒരു ആവശ്യമെന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ ആവശ്യം ഇപ്പോൾ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ മധ്യസ്ഥതയിലാണ് നിലവിലുള്ള ചർച്ചകൾ പുരോഗമിച്ചിരുന്നത്. അതുപോലെ മറ്റ് ചില പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് സാധ്യമാണെങ്കിൽ ചർച്ചകൾ പുനരാരംഭിക്കാൻ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. പതിയെ ഉപരോധങ്ങൾ അവസാനിപ്പിക്കുന്നത് ആലോചിക്കും, അതായത് ഇറാന് മേലുള്ള ഉപരോധങ്ങൾ അവസാനിപ്പിക്കുന്നത് ആലോചിക്കാമെന്ന് അമേരിക്ക പറഞ്ഞിരുന്നു. ചില ഉപരോധങ്ങളൊക്കെ ഇതിനോടകം എടുത്തു കളഞ്ഞിട്ടുണ്ട് എന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഇറാൻ സഹകരിച്ചാൽ പടിപടിയായി ഉപരോധങ്ങൾ പിൻവലിക്കാം, ദീർഘകാല സമാധാനം പുനഃസ്ഥാപിക്കുക, വിശാലമായ ഒരു നയതന്ത്ര കരാറിൽ ഏർപ്പെടുക. ഇതെല്ലാം ഇനി ഭാവിയിൽ നടക്കാനുള്ള കാര്യങ്ങളാണ്. മറ്റ് ചില ഉപരോധങ്ങൾ കൂടി ഇപ്പോഴും ഇറാന് മേലുണ്ട്. ഇവയെല്ലാം പിൻവലിക്കുന്നതിനുള്ള ഒരു കാര്യം, അതുപോലെ തന്നെ വിശാലമായിട്ടുള്ള ഒരു നയതന്ത്ര കരാറിൽ ഏർപ്പെടുക. അത്തരം ഒരു കരാറാണ് നിലവിൽ പ്രാബല്യത്തിൽ വരാത്തത്. ആ ചർച്ചകളാണ് നിലവിൽ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ട് അത് പൊളിഞ്ഞു പോയിരിക്കുന്നത്. എന്തായാലും JD വാൻസ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് അമേരിക്കയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയായിട്ടുള്ള ഇഷാഖ് ദറിന്റെ ഭാഗത്ത് നിന്ന് ഈ ചർച്ചയെ സംബന്ധിച്ച് ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹം എടുത്തു പറയുന്നത് അമേരിക്കയും ഇറാനും ഇപ്പോഴുള്ള പോസിറ്റീവ് സ്പിരിറ്റ് അത് മുന്നോട്ട് കൊണ്ടുപോകണം, ചർച്ചകൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇരു കൂട്ടരും സഹകരിക്കണം. അതുപോലെ വെടിനിർത്തൽ, ഈ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ കൊണ്ടുവന്ന വെടിനിർത്തലിൽ നിന്ന് ഒരിക്കലും ഇരു രാജ്യങ്ങളും പിന്നോട്ട് പോകരുതെന്നും പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദർ എടുത്തു പറയുന്നുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ മധ്യസ്ഥതയെ അംഗീകരിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും പ്രസ്താവന ഇറക്കിയിരുന്നു. അതിൽ പാകിസ്ഥാൻ നന്ദിയും പറയുന്നുണ്ട്. ഓസ്ട്രേലിയയും ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഓസ്ട്രേലിയയുടെ ഭാഗത്തു നിന്നും പ്രതികരണം വരുന്നുണ്ട്. ഓസ്ട്രേലിയയുടെ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് ഒരിക്കലും ഈ വെടിനിർത്തലിൽ നിന്ന് പിന്നോട്ട് പോകരുത് എന്നുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും പാകിസ്ഥാനാണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും കൺസേൺ പറഞ്ഞത് ഈ വെടിനിർത്തൽ സംബന്ധിച്ചുള്ള വിഷയത്തിൽ തന്നെയാണ്. ഇപ്പോൾ നമുക്കാണെങ്കിലും ആശങ്കയുള്ളത് ആ വെടിനിർത്തലിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിൽ തന്നെയാണ്. കാര്യം ഈ ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇനി ആക്രമണം അത് ഏത് രീതിയിൽ മുന്നോട്ട് പോകും, ഹോർമുസ് കടലിടുക്കിന്റെ ഭാവി എന്താകും, അതുപോലെ ഈ യുദ്ധം അത് ഏത് രീതിയിലായിരിക്കും അവസാനിക്കാൻ പോകുക, ഇസ്രായേൽ ഇനി എന്ത് നിലപാടായിരിക്കും സ്വീകരിക്കുക, ഇതെല്ലാം നമുക്ക് ഇപ്പോഴും അവ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റ് ലോകരാജ്യങ്ങളെ ആണെങ്കിലും നമുക്കാണെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ചാണെങ്കിലും ഒരു ആശങ്കയുണ്ടാക്കുന്നത് ഇതിലൊക്കെയാണ്. സംഘർഷം, ഈ ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ സംഘർഷം പുരോഗമിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോഴുള്ളതിനേക്കാൾ കുറച്ചുകൂടി കടുത്ത നിലപാടെടുക്കാൻ അത് ഇറാനെ പ്രേരിപ്പിക്കാം. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചുപൂട്ടാം.
അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചും ഒരു ശ്വാസം മുട്ടിക്കുന്ന കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്ത് നിന്നൊരു വീഡിയോ സന്ദേശം പുറത്തു വന്നത്. അദ്ദേഹം പറയുന്നത് ഇറാനും ഇറാൻ്റെ ചില സഖ്യകക്ഷികളും ചേർന്ന് ഇസ്രായേലിനെ ശ്വാസം മുട്ടിക്കാൻ ശ്രമിച്ചു, അതുകൊണ്ട് ഞങ്ങളിപ്പോൾ തിരിച്ച് അവരെ ശ്വാസം മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നേരെയുള്ള സൈനിക നടപടികൾ, ഇറാനെതിരെ മറ്റ് സഖ്യകക്ഷികൾക്ക് നേരെയുമുള്ള സൈനിക നടപടികൾ തുടരും എന്നതാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. ഇപ്പോൾ ഈ ചർച്ചകൾ പരാജയപ്പെട്ട, അതായത് US-നും ഇറാനും ഇടയിലുള്ള ചർച്ചകൾ പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഇസ്രായേൽ ഒരു ആക്രമണത്തിന്, വ്യക്തമായി പറഞ്ഞാൽ ഒരു ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് പോലെ ഒരു സൈനിക നടപടികൾക്ക് മുതിരുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും സാഹചര്യങ്ങൾ അത് കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. എന്തായാലും JD വാൻസിന്റെ പരാമർശങ്ങളിൽ നിന്ന് നമുക്ക് അധികം കാര്യങ്ങളൊന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നില്ല. ഇറാന്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം വന്നിട്ടുള്ളത് അവരുടെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗേയുടെ ഭാഗത്തു നിന്നാണ്. അതിൽ നിന്നാണെങ്കിൽ നമുക്ക് അധികം വിവരങ്ങളൊന്നും ലഭ്യമല്ല. ഇപ്പോൾ നിലവിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ചയെ സംബന്ധിച്ച് വെളിപ്പെടുത്താനാകില്ല എന്നാണ് JD വാൻസ് പറഞ്ഞത്. ചിലപ്പോൾ അത് കൂടുതൽ ചർച്ചകൾക്ക് ശേഷം എല്ലാം നമുക്ക് കൂടുതൽ ഈ വിവരങ്ങളെല്ലാം നമുക്ക് ലഭ്യമാകുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം ഒരു പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. അതായത് JD വാൻസ് അവസാനിപ്പിക്കുന്നത് അമേരിക്കയ്ക്ക് നൽകാനുള്ളതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതും ഫൈനലായിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഓഫറാണ് ഇറാന് മുന്നിൽ വെച്ചിട്ടുള്ളത്. ഇറാൻ ശുഭകരമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും JD വാൻസ് വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ അതായത് ചർച്ചകൾ ഇനിയും മുന്നോട്ട് പോകും എന്നുള്ള സൂചനകൾ തന്നെയാണ് നൽകുന്നത്. പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉള്ള പ്രതികരണവും തീർച്ചയായിട്ടും ഈ ചർച്ചകൾ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ്. പാകിസ്ഥാൻ ഈ ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിക്കുമെന്നാണ് പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രാലയമാണെങ്കിലും അറിയിക്കുന്ന ഒരു കാര്യം. അജയ് സൂചിപ്പിച്ചതാണ്. ഇനി അങ്ങോട്ടുള്ള ഈ പശ്ചിമേഷ്യൻ വിഷയത്തിലെ പ്രശ്നപരിഹാരം എങ്ങനെ എന്ന ചോദ്യം കൂടിയാണ് നമുക്ക് മുന്നിലുണ്ടാകുന്നത്. എന്തായാലും ചർച്ച എങ്ങനെ പരാജയപ്പെട്ടു, ഇരു രാജ്യങ്ങളുടെയും കാഴ്ചപ്പാട്, നിലപാടുകൾ എന്തായിരുന്നു, ഇതാണ് അജയ് പങ്കുവച്ചത്.